2024 ഒക്ടോബർ 4 ആ ശാന്തസുന്ദരമായ പ്രഭാതം പാലേരി മാണിക്യം എന്ന ചിത്രത്തിൻ്റെ റിലീസിനാണ് സാക്ഷ്യം വഹിച്ചത്. എന്നാൽ അന്നേ ദിവസം തന്നെ സൂര്യൻ അസ്തമിച്ചതാകട്ടെ 90% ഷോയും ക്യാൻസലാക്കുകയും ഇനി പിറ്റേന്ന് ഈ സിനിമ തന്നെ തിയേറ്ററിൽ ഇല്ലാതിരിക്കുകയും ചെയ്യും എന്ന ഒരു റിപ്പോർട്ടിങ്ങുമായിട്ടാണ്. സ്ഫടികം, ദേവദൂതൻ, മണിച്ചിത്രത്താഴി എന്നീ സിനിമകൾ റിലീസാകുകയും ഇതെല്ലാം തിയേറ്ററിൽ വൻ വിജയമായി തീരുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം ചുവട് പിടിച്ച് ഒരു പറ്റം ചിത്രങ്ങൾ പിന്നീട് റിലീസായി വരികയുണ്ടായി. എന്നാൽ ഇതെല്ലാം തന്നെ 150 രൂപ മുതൽ 1250 രൂപ വരെ കളക്ഷൻ നേടുകയും ചെയ്ത കഥ ഇത് വല്ലാത്തൊരു കഥയാണ്. 2024 നവംബർ 29 വല്യേട്ടൻ റിലീസായി. വല്യേട്ടൻ എന്ന് പറയുമ്പോഴേ എല്ലാവരുടെയും വായിൽ വരുന്നതൊക്കെ കൈരളി ചാനൽ എന്നാകും. സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും മഴ പെയ്യുമ്പോഴും മഴ ഇല്ലാത്തപ്പോഴും അങ്ങനെ ഏതൊരു സമയത്തും ടെലികാസ്റ്റ് ചെയ്ത് അക്ഷരാർത്ഥത്തിൽ എല്ലാവർക്കും വെറുപ്പിക്കുന്ന ഒരു അവസ്ഥയിലെത്തിച്ച സിനിമയാണ് വല്യേട്ടൻ. പിള്ളേർ KGF ഓടിച്ച് MX സ്പെയറിൻ്റെ പരിപ്പിളക്കിയ പോലെ വല്യേട്ടൻ ഓടിച്ച് അത് പരിപ്പ് മാത്രമല്ല അതിനു മേലെ പിഴിഞ്ഞ് ചാറെടുത്ത് ആക്കി വെച്ച ഒരു സിനിമയാണ്. ഈ സിനിമ വീണ്ടും റിലീസ് ചെയ്ത് തിയേറ്ററിൽ എത്തിച്ച ഈ പ്രൊഡ്യൂസറിനോടൊക്കെ പറയാനുള്ളത് മനുഷ്യനായാലും ഇത്ര ആർത്തി പാടില്ല എന്നാണ്. അത് കഴിഞ്ഞ് 2025 ജനുവരി 3 ആവനാഴി എന്നൊരു സിനിമ റിലീസായി. ഈ ആവനാഴി ഏതാണ്? ഇൻസ്പെക്ടർ ബൽറാമുള്ള പടമാണെന്ന് തോന്നുന്നില്ലേ ആവനാഴി? അതെ, ഇൻസ്പെക്ടർ ബൽറാം എന്ന ക്യാരക്ടറുള്ളത് ആവനാഴി എന്ന പടത്തിലാണ്. അതിൻ്റെ ചുവടെ പിടിച്ചൊരു പടം പിന്നീട് ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറഞ്ഞ് തന്നെ ഒരു പടം വന്നിരുന്നുണ്ട്. ഇത് ആവനാഴി 1986 ഇറങ്ങിയതാണ്. പിന്നെ 1991 തോന്നുന്നു ഇൻസ്പെക്ടർ ബൽറാം ഇറങ്ങിയത്. അതിനുശേഷം പിന്നീട് നമ്മൾ ബൽറാം VS താരാദാസ് എന്നൊരു കൾട്ട് പടം ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ റിലീസായിട്ട് ആവനാഴി ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആവനാഴിയുടെ അവസ്ഥ ഈ പോസ്റ്റർ പറയും. അങ്ങനെ FT റെക്കോർഡ് ഇട്ട് തിയേറ്റർ തൂഫാനാക്കി ആവനാഴിയും കളം വിട്ടു. അവസാനം ഇതാ ഫെബ്രുവരി 7 വടക്കൻ വീരഗാഥ. ഇവിടെ തൊമ്മൻ മക്കളും സിനിമയിൽ രാജൻ വിദേവിൻ്റെ കഥാപാത്രം പറയുന്നു. അപ്പൻ 2ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, നീ 4ാം ക്ലാസ് വരെ പഠിച്ചവനാണ്. അതുപോലെ ഒരു 2 രൂപ അധികം കളക്ഷൻ നേടാൻ ഈ പടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ആ പാരലൽ വേൾഡിൽ നമ്മൾ മനക്കോട്ട് കെട്ടി ഫാൻറ്റസി ആയി നിൽക്കുന്ന അവസ്ഥയല്ല ശരിക്കുമുള്ളത്. എന്ത് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇത്തരം പടങ്ങളൊന്നും കാണാൻ താല്പര്യമില്ല എന്ന ഒരൊറ്റ നഗ്ന സത്യം. അതുമാത്രമേ ഉള്ളൂ ഈ സിനിമയുടെ അവസ്ഥ റിലീസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ. അപ്പോൾ അത് ഉൾക്കൊള്ളുക, ആക്സെപ്റ്റ് ദ ട്രൂത്ത് ആൻഡ് ലീവ് ദി ഫ്രസ്ട്രേഷൻ, ദെൻ മൂവ് ഓൺ.